എറണാകുളം കോതമംഗലം കുട്ടമ്പുഴ ഈ യുവാവിനെ കാട്ടാന ചവിട്ടിക്കൊന്നതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിലേക്ക് കണാച്ചേരി സ്വദേശി എൽദോസ് മരിച്ചതിനെ തുടർന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് നാട്ടുകാർ അവിടേക്ക് എത്തിയിരുന്നു. ഇന്നലെ ബസ് ഇറങ്ങി ഇദ്ദേഹം വീട്ടിലേക്ക് പോകുമ്പോഴായിരുന്നു ഈ ദുരന്തം സംഭവിച്ചത്. 7 മണിക്കൂർ സമയം മൃതദേഹം അവിടെ തന്നെ കിടന്നിരുന്നു നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന്. അതിനുശേഷമാണ് ആശുപത്രിയിലേക്ക് മാറ്റിയത് പോലും. എൽദോസിൻ്റെ പോസ്റ്റ്മോർട്ടം ഇന്ന് രാവിലെ 9 മണിയോടെ കളമശ്ശേരി മെഡിക്കൽ കോളേജിലായിരിക്കും നടക്കുക. തുടർന്ന് മൃതദേഹം വിലാപയാത്രയായി കുട്ടമ്പുഴ കണാച്ചേരിയിൽ എത്തിക്കും. ഇന്ന് ജനകീയ ഹർത്താൽ കൂടിയാണ് പ്രദേശത്ത്. നാട്ടുകാരുടെ ഒരു പ്രതിഷേധം അത് കളക്ടറുടെ ഇടപെടലോടുകൂടി ഇന്നലെ താൽക്കാലികമായി ഒടുങ്ങിയെങ്കിലും ഇനി വരും ദിവസങ്ങളിൽ ചർച്ചയുണ്ടാകും. ഇവരുടെ പ്രതിഷേധം, ഇവരുടെ ആശങ്കകൾ, ആകുലതകളൊക്കെ കേൾക്കാമെന്നുള്ള ഉറപ്പിന്മേലാണ് ഈ പ്രതിഷേധം ഇന്നലെ അവസാനിച്ചതും. അനു, അതായത് അതിക്രൂരമായാണ് ആന ആക്രമിച്ചിരിക്കുന്നത്. എൽദോസിനെ അടിച്ച് മൃതദേഹം ഛിന്ന ഭിന്നമായി പോകുന്നൊരവസ്ഥയിലേക്കാണ് വന്നത്. അതായത് അത്ര ആക്രമണകാരിയായ ഒരു ആനയായിരുന്നു അത്. ആ ആന ജനവാസ മേഖലയിൽ തുടരുക എന്ന് പറയുന്നത് ജനങ്ങളെ സംബന്ധിച്ച് എത്രത്തോളം ആശങ്കയുണ്ടാക്കുന്ന ഒന്നാണ് എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അവരുടെ സ്വൈര്യ ജീവിതത്തിന് തടസ്സം നിൽക്കുന്ന ഒരവസ്ഥ. നമുക്കേതായാലും ഇപ്പോൾ കോതമംഗലം താലൂക്ക് ആശുപത്രിയിൽ നിന്ന് സുധീഷ് ഗോപാൽ ചെയ്യുന്നുണ്ട്. സുധീഷിലേക്ക് പോകാം. സുധീഷ്, നമ്മളിപ്പോൾ സൂചിപ്പിച്ചതുപോലെ അത്ര കണ്ട് പ്രതിഷേധം ഉണ്ടാകാനുള്ള കാരണം ആ മൃതദേഹം കണ്ടെടുക്കുമ്പോൾ അത്ര ഭയചകിതരായി പോയി ആ നാട്ടുകാർ എന്നുള്ളതാണ്. ഏതായാലും നമുക്കിപ്പോൾ അറിയേണ്ടത് ഈ മൃതദേഹം അവിടെ നിന്ന് മാറ്റാൻ തന്നെ മണിക്കൂറുകളെടുത്തു. ഇനി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം നാട്ടുകാരുടെ നിലപാട് എന്താണ്? ഇപ്പോൾ ജനകീയ ഹർത്താൽ പുരോഗമിക്കുകയാണ്. അപ്പോൾ അതിൽ അവരെത്രത്തോളം വലിയ പ്രതിഷേധം രേഖപ്പെടുത്തുന്നുണ്ട്? വീണ, കുട്ടമ്പുഴയെ സംബന്ധിച്ചിടത്തോളം അവിടെ കാട്ടാനശല്യം അതിരൂക്ഷമായ ഒരു മേഖലയാണ്. അതുതന്നെയാണ് അവരുടെ പ്രതിഷേധത്തിൻ്റെ പ്രധാന കാരണവും. 6 മാസം മുമ്പും ഇന്ദിര എന്നൊരു വീട്ടമ്മ സമാന രീതിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. അതിന് ശേഷം ഇപ്പോൾ വീണ്ടും അന്ന് നൽകിയ ചില വാഗ്ദാനങ്ങളുണ്ട്. ഫെൻസിങ്, ട്രെഞ്ചിങ് തുടങ്ങിയ വിവിധ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുന്നതും തെരുവ് വിളക്കുകൾ തെളിയിക്കുന്നതുമായിരുന്നു അതിൽ ഏറ്റവും പ്രധാനം. എന്നാൽ ഇതിനൊന്നും ഒരു നടപടിയും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ ജില്ലാ കളക്ടർ എത്തി നാട്ടുകാരുമായും ജനപ്രതിനിധികളോടും ഇത്തരം വാഗ്ദാനങ്ങൾ നൽകുമ്പോൾ പോലും അതിനെ വിശ്വാസത്തിലെടുക്കാൻ നാട്ടുകാർ തയ്യാറായിരുന്നില്ല. തുടർന്ന് ഈ വരുന്ന 27-ാം തീയതി ഇന്നലെ നൽകിയ വാഗ്ദാനങ്ങളിലെ എന്തൊക്കെ നടപടികൾ മുന്നോട്ട് പോയി എന്നത് സംബന്ധിച്ചുള്ള ഒരു അവലോകന യോഗം കുട്ടമ്പുഴയിൽ വെച്ച് തന്നെ ജില്ലാ കളക്ടറുടെ സാന്നിധ്യത്തിൽ നടത്തുമെന്ന് കൂടി ഉറപ്പ് നൽകിക്കൊണ്ടാണ് ഈ പ്രഖ്യാപനങ്ങളെല്ലാം ജനങ്ങളെ വിശ്വാസത്തിലെത്തിച്ചത്. അതിനുശേഷമാണ് മൃതദേഹം മാറ്റാൻ പോലും കഴിഞ്ഞത്. അപ്പോഴത്തേക്കും സമയം 1:30-2 മണിയോട് അടുത്തിരുന്നു. ഇവിടെ എത്തിച്ച് കോതമംഗലം താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച മൃതദേഹം പിന്നീട് കളമശ്ശേരിയിലേക്ക് മാറ്റുകയായിരുന്നു. കളമശ്ശേരി മെഡിക്കൽ കോളേജിലാണ് പോസ്റ്റ്മോർട്ടം ചടങ്ങുകൾ നടക്കുക. ഇതിൻ്റെ ഒരു പ്രധാന കാര്യം, ഇന്നലെ വൈകിട്ട് 7 മണിയോടുകൂടി ബസ് ഇറങ്ങി വീട്ടിലേക്കുള്ള സാധനവും വാങ്ങി നടന്നു പോകുമ്പോഴാണ് കാട്ടാനയുടെ ആക്രമണം ഉണ്ടാകുന്നത്. ഈ എൽദോസ് മരണപ്പെട്ട് കിടന്ന ആ പ്രദേശത്ത് പോലും ഒരു തുള്ളി പ്രകാശം പോലും എത്തിയിരുന്നില്ല. അതായത് തെരുവിളക്കുകൾ ഒരെണ്ണം പോലും പ്രകാശിക്കുന്ന ഒരു സാഹചര്യമായിരുന്നില്ല അവിടെ ഉണ്ടായിരുന്നത്. ഒരു പക്ഷേ അത്തരമൊരു തെരുവിളക്കുണ്ടായിരുന്നെങ്കിൽ പോലും കാട്ടാനയെ ദൂരെ നിന്ന് കാണാനും അതിൽ നിന്നും രക്ഷപ്പെടാനും സാധിക്കുമായിരുന്നു. ഏറ്റവും പ്രധാനമായും അതാണ് നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നത്. പിന്നെ ഫെൻസിങ് അടക്കമുള്ള സുരക്ഷാ സംവിധാനങ്ങൾ, സൗരോർജ്ജ ഫെൻസിങ് അടക്കം സ്ഥാപിക്കുമെന്ന് നേരത്തെ തന്നെ പ്രഖ്യാപിച്ച് ടെൻഡർ നടപടികൾ അടക്കം കഴിഞ്ഞിരുന്നെങ്കിലും പിന്നീട് ഒരു നടപടിയുമില്ല. അതുപോലെ തന്നെ ട്രെഞ്ചിങ് നടത്തുന്നതിനുള്ള കാര്യങ്ങൾ, ഇത് എല്ലാം തന്നെ പ്രഖ്യാപനത്തിൽ ഒതുങ്ങുന്ന ഒരു സാഹചര്യത്തിലാണ് കടുത്ത പ്രതിഷേധം നാട്ടുകാരിൽ നിന്നും ഉണ്ടായത്. ഇത്തരം സുരക്ഷാ സംവിധാനങ്ങൾ, ഇതൊരു ജനവാസ കേന്ദ്രമാണ്. ആ ജനവാസ കേന്ദ്രത്തിലേക്ക് കാട്ടാന നിരന്തരം എത്തുന്നു. അവിടുത്തെ കർഷകർ തന്നെ പറയുന്നു അവിടെ നട്ടിരുന്ന റബ്ബർ മരങ്ങളും എല്ലാം തന്നെ കാട്ടാനകളുടെ നിരന്തര സാന്നിധ്യം കൊണ്ട് നശിക്കുന്ന ഒരു സാഹചര്യം. അതുകൊണ്ട് ഇപ്പോൾ ആ പ്രദേശങ്ങളിലൊന്നും കൃഷി തന്നെ ഇല്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു. ഇത്തരം സ്വൈര്യ ജീവിതത്തിന് വെല്ലുവിളിയാവുമ്പോഴും ഒരു തരത്തിലുള്ള നടപടിയും വനം വകുപ്പിൻ്റെ ഭാഗത്തുനിന്നായാലും തദ്ദേശ സ്ഥാപനങ്ങളുടെ ഭാഗത്തുനിന്നായാലും ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അതിലെ അമർഷം കൂടിയാണ് ഇന്നലെ എൽദോസിൻ്റെ മരണത്തെ തുടർന്നുണ്ടായത്. അവർ പ്രധാനമായും ഉന്നയിച്ച മറ്റൊരു ആവശ്യം, ആ കുടുംബത്തിനുള്ള ഏക ആശ്രയമായിരുന്നു എൽദോസിൻ്റെ ഈ ഒരു ജീവൻ നഷ്ടപ്പെട്ടതോടെ സഹോദരിക്ക് ഒരു ജോലി നൽകണമെന്നൊരു ആവശ്യം ഉന്നയിച്ചിരുന്നു. അടിയന്തര സഹായം ലഭ്യമാക്കണമെന്ന് പറഞ്ഞ് അതിൽ 5 ലക്ഷം രൂപ ഇന്നലെ തന്നെ ജില്ലാ കളക്ടർ ചെക്കായി കൈമാറി. 5 ലക്ഷം രൂപ എത്രയും വേഗം തന്നെ നൽകുമെന്നും പറയുന്നു.
10 ലക്ഷം രൂപയാണ് ഇപ്പോൾ പ്രാഥമികമായി പ്രഖ്യാപിച്ചിട്ടുള്ളതും. അത് അടക്കമുള്ള കാര്യങ്ങളിലും മറ്റ് സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുന്നതിലടക്കമുള്ള പ്രവർത്തികൾ ഇന്ന് തന്നെ ആരംഭിക്കുമെന്ന ഉറപ്പിലുമാണ് ഇന്നലെ പ്രതിഷേധം കെട്ടടങ്ങിയതും. ആ ഒരു സാഹചര്യത്തിൽ ഇന്നും മറ്റ് പ്രതിഷേധങ്ങളിലേക്ക് പോകുമോ എന്നതിനെക്കുറിച്ച് ഒരു വ്യക്തമായ സൂചന ലഭിക്കില്ല. എന്ത് തന്നെയായാലും പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം വിലാപയാത്രയായി നാട്ടിലെത്തിച്ച് സംസ്കാര ചടങ്ങുകൾ ഇന്ന് തന്നെ ഉണ്ടാകുമെന്നതാണ് നമുക്കിപ്പോൾ പറയാൻ കഴിയുന്നതും. വീണ. സുധീഷ്, അതോടൊപ്പം തന്നെ ഇന്ന് ജനകീയ ഹർത്താലാണ് പ്രദേശത്ത്. മാത്രമല്ല ഈ കുടുംബത്തിന് ധനസഹായം ഉൾപ്പെടെയുള്ളവ ഇന്നലെ കളക്ടറുടെ മധ്യസ്ഥതയിൽ നടന്ന ചെറിയ യോഗത്തിൽ തീരുമാനമായിരുന്നു. മറ്റെന്തൊക്കെ ഉറപ്പായിരുന്നു കളക്ടർ നൽകിയിരുന്നത്? ഇന്നലെ കളക്ടർ നൽകിയ ഏറ്റവും പ്രധാനമായിട്ടുമുള്ള ഉറപ്പ് 10 ലക്ഷം രൂപ ഈ കുടുംബത്തിനുള്ള ഏറ്റവും പ്രാഥമികമായ സഹായം. അത് ഇന്നലെ 5 ലക്ഷം രൂപയുടെ ചെക്ക് കൈമാറി. ബാക്കി 5 ലക്ഷം രൂപ കാലതാമസം ഒഴിവാക്കി എത്രയും വേഗം തന്നെ കൈമാറുമെന്ന ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ തെരുവ് വിളക്കുകളെല്ലാം തെളിയിക്കുന്നതിനുള്ള നടപടി, അതോടൊപ്പം തന്നെ ഫെൻസിങ്ങിനുള്ള നടപടി ഇന്ന് തന്നെ അതിൻ്റെ പ്രവർത്തനങ്ങൾ, സൗരോർജ്ജ ഫെൻസിങ്ങിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കും. അതോടൊപ്പം തന്നെ ട്രെഞ്ചിങ്, അത് 8 കിലോമീറ്റർ ദൈർഘ്യത്തിൽ ട്രെഞ്ചിങ് ഉൾപ്പെടെയുള്ള സുരക്ഷാ സംവിധാനങ്ങളും ഒരുക്കുമെന്നതായിരുന്നു ഏറ്റവും പ്രധാനമായിട്ടുള്ള വാഗ്ദാനം. അതിനുള്ള ഒരു കാലതാമസവും ഒഴിവാക്കാനുള്ള നടപടികൾ ഉണ്ടാവും എന്നതാണ് അറിയിക്കുന്നത്. പിന്നെ ഈ കാട്ടാനെ ഇവിടെ നിന്നും പിടിച്ചുകൊണ്ടു പോകണമെന്നൊരു ആവശ്യം ഉന്നയിച്ച് അത് ജില്ലാ കളക്ടർക്ക് തനിയെ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ പറ്റുന്നതല്ല. അത് വനം വകുപ്പുമായും മറ്റും ആലോചിച്ച് അതൊരു ഉചിതമായ തീരുമാനത്തിലേക്ക് പോകും എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ ഇവിടുത്തെ ഒരു വനം വകുപ്പിനെ പോലും ഇവിടേക്ക് പെട്ടെന്ന് വിളിച്ചാൽ എത്തുന്നതിനുള്ള വാഹന സൗകര്യങ്ങളുടെ ഒരു അപര്യാപ്തത കൂടി പറഞ്ഞിരുന്നു. RRTക്ക് അടക്കം അത്തരമൊരു അസൗകര്യം പറഞ്ഞ് അതിന് വാടകയ്ക്ക് വാഹനം എടുക്കുന്നതിനുള്ള നടപടി അത് ഇന്നലെ തന്നെ സജ്ജീകരിച്ചിട്ടുണ്ട് എന്നതാണ് ജില്ലാ കളക്ടർ വ്യക്തമാക്കുന്നത്. ആ രീതിയിൽ മറ്റ് പ്രതിഷേധക്കാരുടെ ആവശ്യങ്ങളില്ല, ആ നാട്ടുകാരുടെ ആവശ്യങ്ങളെല്ലാം തന്നെ അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകും എന്നത് തന്നെയാണ് ജില്ലാ കളക്ടർ ഉറപ്പ് നൽകിയത്. ഈ കാര്യങ്ങളിലെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് എത്രത്തോളം നീങ്ങി എന്നത് സംബന്ധിച്ചാണ് ഈ 27-ന് കുട്ടമ്പുഴ വെച്ച് തന്നെ ഇതിൻ്റെ അവലോകന യോഗം നടത്താനും ജില്ലാ കളക്ടറുടെ സാന്നിധ്യത്തിൽ അവിടെ വെച്ച് നടത്താനും തീരുമാനിച്ചിരിക്കുന്നതും. അനു. ഓക്കെ, ശരി സുധീഷ്, ഇതിൻ്റെ വിവരങ്ങളിലേക്കായി വീണ്ടും തിരിച്ചു വരാം. കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കണം. കാരണം അവിടെ ഈ കാട്ടാന ഉണ്ടാക്കിയ ഭീതി എങ്ങനെയാണ് നാട്ടുകാർ മറികടക്കുന്നത്, കാട്ടാന തിരിച്ച് ഇപ്പോൾ എവിടെയാണുള്ളത് തന്നെ സ്പോട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ, അപ്പോൾ ആ ഭാഗത്ത് കൂടുതൽ വനപാലകർ എത്തിയിട്ടുണ്ടോ, അവർക്ക് സുരക്ഷ ഒരുക്കി, ഒരുപാട് ചോദ്യങ്ങൾ ബാക്കി കിടക്കുന്നു. അതിലേക്ക് വരാം. പക്ഷേ